ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബുകൾ എന്തുകൊണ്ട് വലിയ തോതിലുള്ള നഷ്ടത്തിൽ പൊക്കോണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് എപ്പോഴും സംസാരിക്കേണ്ടതാണ്. അതിന് ഇപ്പോൾ ഉള്ള റെലവൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് സെനാരിയോ വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. നമ്മൾ മുമ്പ് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പം പ്ലേയേഴ്സ് ഓവർ പെയ്ഡ് ആണ് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പം ഒരുപാട് ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം പ്ലേയേഴ്സ് അവർക്ക് സാലറി കിട്ടണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ മെജോറിറ്റി ഓഫ് ദി ക്ലബ്ബുകളും അവർക്ക് ഭയങ്കര തോതിലുള്ള ലാഭം ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ, ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ പോകണമല്ലോ. അതിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലീഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിരുന്നു. പക്ഷേ നമ്മുടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു അൺസർട്ടനിറ്റിയാണ്. ഇപ്പോൾ അൺസർട്ടനിറ്റി അല്ല ഞാൻ പറയുന്നത്, ഫിനാൻഷ്യലി എന്ന് കുറച്ചും കൂടി ഒരു ബെറ്റർ ആകുന്ന രീതിയിലേക്ക് വരും എന്ന് പറയുന്നൊരു കാര്യം അറിയേ ഉണ്ടായില്ല എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു വിഷയം ഇനിയിപ്പം പല ക്ലബ്ബുകളും ഒരുപക്ഷെ പൂട്ടിപ്പോകാനുള്ള കാരണം പോലും ആയേക്കാവുന്ന ചില ഫാക്ടേഴ്സൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ ISL തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 10 സീസണിൽ ആദ്യം മുതലേ ഉള്ള ക്ലബ്ബുകൾക്ക് ഫ്രാഞ്ചൈസി ഫീ എന്ന നിലയിൽ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. 12 മുതൽ 15 കോടി രൂപ വരെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം അത് ഇല്ല. അപ്പം ആദ്യത്തെ 10 സീസണിൽ ആ ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കണം. അതിനോടൊപ്പം അവർക്ക് തിരിച്ചു ലഭിക്കുന്ന സെൻട്രൽ പൂൾ റവന്യൂ ഉണ്ട്. അത് ഈ ഒരു എമൗണ്ടുമായിട്ട് കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ആ ഒരു സെൻട്രൽ പൂൾ റവന്യൂ എന്ന് പറയുന്ന മെയിൻ റവന്യൂ എന്ന് തന്നെ വലിയൊരു എമൗണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് ഒരു പ്രശ്നം. പിന്നെ അവർക്ക് മറ്റ് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്ലേയേഴ്സിന് സ്പെൻഡ് ചെയ്യണം, മറ്റ് ചിലവുകളെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വരും. പിന്നെ മിക്ക ക്ലബ്ബുകൾക്കും ടിക്കറ്റ് റവന്യൂ എന്നോ അല്ലെങ്കിൽ മെർച്ചൻഡൈസ് എന്നോ പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ്ബുകളെല്ലാം ഒരു പ്രശ്നത്തിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ക്ലബ്ബുകൾക്ക് ടിക്കറ്റ് റവന്യൂ എന്ന നിലയിൽ ഒരു വലിയ എമൗണ്ടൊക്കെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആ ക്ലബ്ബുകളൊക്കെ ഏതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ലബ്ബുകളും നേരിട്ടിട്ടുള്ള ഒരു ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്. സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ്സ്, സ്ട്രീമിംഗ് റൈറ്റ്സ്, എന്തോ ആയിക്കോട്ടെ. മോഡേൺ ഡേയിൽ ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു റവന്യൂ, അതിപ്പോൾ പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ IPL എടുത്തു കഴിഞ്ഞാലും ഏതെടുത്തു കഴിഞ്ഞാലും അത് ഒരു പ്രധാനപ്പെട്ട ഒരു റവന്യൂ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPLൻ്റെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് ടോട്ടൽ ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് എന്ന നിലയിൽ 42,390 കോടിക്ക് 5 വർഷത്തേക്കുള്ളൊരു കരാറാണ് ഉള്ളത്. അതായത് ഒരു വർഷത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷെയർ 50% BCCIക്കും പിന്നെ ബാക്കി 10 ക്ലബിനും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും 483.9 കോടി രൂപ ഓരോ ഫ്രാഞ്ചൈസികൾക്കും ലഭിക്കും എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെ അല്ലേ? കാരണം ഓരോ ഫ്രാഞ്ചൈസികളും ഓരോ വർഷം 150 മുതൽ 200 കോടി രൂപ വരെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യം മുതലേ ഉള്ള ഫ്രാഞ്ചൈസികൾക്ക് ഇപ്പോൾ ഫ്രാഞ്ചൈസി ഫീ എന്ന് പറയുന്ന സംഭവം ഇല്ല. അത് ആദ്യ 10 സീസണിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു എമൗണ്ട് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റ് സ്പോൺസർഷിപ്പ് എമൗണ്ട്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം 600 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് റവന്യൂ ആയിട്ടൊക്കെ പറയുന്നത് ഒരു വർഷം. അതിൽ 50% BCCIക്ക് പോയി കഴിഞ്ഞാൽ കൂടി ഓരോ ഫ്രാഞ്ചൈസികൾക്കും 30 കോടി രൂപ ലഭ്യമാകും എന്നുള്ളതാണ്. അതല്ലാണ്ട് തന്നെ കിട്ടുന്ന എമൗണ്ടുകൾ വേറെ ഉണ്ട്. ഇപ്പം മെർച്ചൻഡൈസ് ഉണ്ട്, ടിക്കറ്റ് റവന്യൂസ്, അങ്ങനെ അവർക്ക് ഓരോ ടീമുകൾക്കും അല്ലാതെ കിട്ടുന്ന സ്പോൺസർഷിപ്പ് എമൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഫ്രാഞ്ചൈസികൾ ലാഭത്തിൽ പോകാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ISLും IPLും ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം IPLന് അത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ISL IPL ഒക്കെ വ്യൂവർഷിപ്പ് പോപ്പുലാരിറ്റി ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50 ഇരട്ടിയോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരു വർഷം 4,800 കോടിയുടെ അടുത്ത് പോലും നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അടുത്താണ് സൂപ്പർ ലീഗ് കേരള അവരുടെ ഒരു സ്ട്രീമിംഗ് റൈറ്റ്സും പരിപാടികളും ഒക്കെ ഒരു അമേരിക്കൻ കമ്പനിക്ക് 100 കോടി രൂപയ്ക്ക് 5 വർഷത്തേക്കെന്ന് പറയുന്നൊരു കരാറിൽ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വർഷം 20 കോടി രൂപ ആ ഒരു ഇനത്തിൽ കിട്ടും. അത് പകുതി ഓർഗനൈസേഴ്സിന് പോയി കഴിഞ്ഞാൽ തന്നെയും ബാക്കി പകുതി 6 ഫ്രാഞ്ചൈസികൾക്ക് സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ ഏതാണ്ട് 1.6 CR ലഭിക്കും എന്നുള്ളതാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റ് ലീഗിൻ്റെ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. കാരണം
SLKയുടെ ഒരു ക്ലബിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒരു വർഷത്തെ ഒരു എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നത് 8 കോടി രൂപയാണ്. അതിൽ 1.6 CR സ്ട്രീമിംഗ് റൈറ്റ്സ് നിന്ന് കിട്ടുന്നു. ബാക്കി എമൗണ്ട്സ് ഇപ്പം സ്പോൺസർഷിപ്പിൽ നിന്നോ ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പിൽ നിന്നോ ഇപ്പം ടിക്കറ്റ് റവന്യൂ മെർച്ചൻഡൈസ് ഒന്നും അത്ര ഒരു വലിയ രീതിയിൽ ലഭിക്കുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ഈ ഫ്രാഞ്ചൈസി ഫീ കൂടി ഒഴിവാകുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കൊരു പാത്ത് ഉണ്ട്, ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ സിറ്റുവേഷനിലേക്ക് വരാനുള്ള ഒരു പാത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പാത്താണ് സത്യം പറഞ്ഞാൽ ISL-ലും വരേണ്ടത് എന്നുള്ളതാണ്. അപ്പം ISL-ൽ ആദ്യം 9 സീസണിൽ ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് അങ്ങനത്തെ പരിപാടിയേ ഉണ്ടായില്ല, കാരണം സ്റ്റാർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ. അതിനുശേഷമാണ് ഇപ്പം വയാകോം ഏതാണ്ട് 275 കോടിക്ക് ഒരു വർഷത്തേക്ക്, അങ്ങനെ 2 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ 275 കോടി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ 13 ക്ലബിന് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 10.5 കോടി രൂപ വരെയൊക്കെയാണ് ലഭിക്കുന്നത്. ഈ 10.5 കോടി രൂപ അതിൽ നിന്ന് കിട്ടുന്നു. സെൻട്രൽ പൂൾ റവന്യൂവിന് എത്രയാണ് എന്നുള്ളത് അറിയത്തില്ല. അപ്പം ഇത് ആക്ച്വലി അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് ഒരു ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരാൻ പറ്റില്ല. പക്ഷേ ഈ വയാകോം അത് എടുക്കുന്നതിൻ്റെ കാരണം ആക്ച്വലി ഒന്നാമത്തെ കാര്യം ഇപ്പോൾ മൊണോപ്പൊളി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ FSDL വയാകോം അവർ തമ്മിലുള്ള എല്ലാം റിലയൻസിൻ്റെ തന്നെ ഇതാണ്. അപ്പം ഉറപ്പായിട്ടും കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ISL-ലും IPL-ലും വലിയ വ്യത്യാസമുണ്ട് വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ 1.5 മാസമുള്ള ലീഗും ഒരു 7 മാസമുള്ള ലീഗും എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പം SLKക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയെങ്കിൽ ഒരു വർഷം ഒരു 500 കോടി എന്ന് പറയുന്ന ഒരു എമൗണ്ടൊക്കെ ഈസിലി ISL-നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രോപ്പറായിട്ട് നടന്നിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഞാൻ നിലവിലത്തെ ഇപ്പോഴത്തെ ISL-ൻ്റെ കൺസേൺസും അൺസർട്ടനിറ്റി ഒന്നും വെച്ചല്ല പറയുന്നത്, ഒരു 3-4 സീസൺ മുമ്പ് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എമൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു 20 കോടി രൂപ വരെ സാറ്റലൈറ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞ് ക്ലബ്സിനൊക്കെ തന്നെ വീതിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായേനെ. അതുമാത്രം മതിയോ? പോരാ. ഞാൻ പറഞ്ഞല്ലോ സാലറി ക്യാപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിപാടി വരണം, എങ്കിൽ മാത്രമേ ഇപ്പം IPL-ൻ്റെ ഒരു കാര്യം നമുക്ക് എടുക്കാം. IPL സാലറി ക്യാപ്പ് ഇല്ല. സഞ്ജീവ് ഗോയങ്കൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 27 കോടി രൂപ സാലറി ക്യാപ്പ് ഉണ്ടായിട്ട് തന്നെ പന്തിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തു. അപ്പം അങ്ങനത്തെ ഒരു സാലറി ക്യാപ്പേ ഇല്ലായിരുന്നെങ്കിൽ വാരി കൂട്ടി ഇപ്പം മൊത്തത്തിൽ ആ മാർക്കറ്റ് തന്നെ ഒരു ഇൻഫ്ലേറ്റഡ് ആക്കുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോയെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വരും. ഒന്നെങ്കിൽ സാലറി ക്യാപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇപ്പം ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി റൂൾസ് പോലെയുള്ള കാര്യങ്ങൾ വരും. ഒരു ക്ലബിന് 1-2 സീസണിൻ്റെ ഇടയിൽ ഇത്ര നഷ്ടത്തിൽ കൂടുതൽ വരാൻ പാടില്ല എന്ന് പറയുന്നൊരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരിക. അതല്ലെങ്കിൽ ചൈനീസ് ക്ലബ്ബുകൾക്കൊക്കെ സംഭവിച്ചതുപോലെയുള്ള ഷട്ട് ഡൗൺ പരിപാടികൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമുക്ക് കാണേണ്ടി വരും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം പ്ലേയേഴ്സൊക്കെ ഡിസേർവ് ചെയ്യുന്നതിൻ്റെ 75% ഒക്കെ കൂടുതലാണ് അവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. അപ്പം അത്രയും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പ്ലേയേഴ്സ് മറ്റ് ലീഗുകൾ തേടിപ്പോലും പോകാത്തെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ ഒരു ബാക്ക് ഫെയർ ചെയ്യുന്നൊരു ഫാക്ടറായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ കഷ്ടതകൾ അനുഭവിച്ചു പോകുന്ന ഒരു ലീഗ്, ആ ലീഗ് കൊണ്ട് ഒരു പ്രയോജനം അതിൽ ഉണ്ടാകുന്ന പ്ലേയേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാവരും പ്ലേയേഴ്സിൻ്റെ കുടുംബത്തിന് പ്രശ്നം, അല്ലെങ്കിൽ 5000-ഓളം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇതൊരു ലോങ് റണ്ണിൽ എല്ലാവർക്കും നല്ല ഗുണത്തിൽ പോവുക മാത്രമല്ലേ ഇത് ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് ഇപ്പം കുറച്ച് കുടുംബങ്ങൾക്ക് അന്നം കിട്ടുന്നു, എന്നാൽ ഇതിനൊരു ലക്ഷ്യബോധമില്ല, ഇതിനൊരു അത്യാവശ്യം നഷ്ടമില്ലാതെങ്കിലും പോകണമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാലേ ഇതൊരു ലോങ് ടൈമിൽ നമുക്കൊരു ലീഗ് ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നൊരു പ്രതീക്ഷ വെക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ 10 ക്ലബ്ബുകൾക്കും ഫ്രാഞ്ചൈസി ഫീ ഇല്ല ISL തുടങ്ങിയ സമയം തൊട്ടേ ഉള്ളൂ. അപ്പം അവർക്ക് ഈ സെൻട്രൽ പൂൾ റവന്യൂ ഒക്കെ കറക്റ്റ് എമൗണ്ട് തന്നെ ലഭിക്കും. ഇപ്പം പറഞ്ഞല്ലോ കാര്യങ്ങൾ സാലറി ക്യാപ്പ് പരിപാടികളൊക്കെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ 16.5 കോടി രൂപ തന്നെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം എടുക്കുക. സ്റ്റാഫ്സിൻ്റെയും ചിലവും കാര്യങ്ങളും ഒക്കെ കൂട്ടാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും 20 കോടി രൂപയാണ് മാക്സിമം. പിന്നെ അതർ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു വർഷം 35 കോടി, ഇതിലൊന്നും അതിൽ അധികം സ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ക്ലബ്ബുകൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവരിക. പിന്നെ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് റൈറ്റ്സ്, സ്പോൺസർഷിപ്സ്, ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പ്, പിന്നെ ടിക്കറ്റ്സ്, മെർച്ചൻഡൈസ്, ഇങ്ങനെയുള്ള എമൗണ്ട്സ് ഒക്കെ വരുമ്പോൾ തന്നെ ക്ലബ്ബുകൾക്ക് ഒരു സസ്റ്റൈനബിൾ വേയിൽ പോകാനായിട്ടുള്ള ഒരു പാത്ത് അവിടെ ഉണ്ടാകും. പിന്നെ ചില ക്ലബ്ബുകൾക്ക് മാത്രമേ വലിയ തോതിൽ, ഫാൻസ് കൂടുതലുള്ള ക്ലബ്ബുകൾക്ക് വലിയ തോതിലുള്ള മെർച്ചൻഡൈസും ടിക്കറ്റ് റവന്യൂ ഒക്കെ നടക്കും. പിന്നെ ഈ ഫീഡർ ക്ലബ്സ് ആയിട്ട് നിലനിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് വലിയ തോതിലുള്ള ട്രാൻസ്ഫർ ഫീ, അത് ഇതിൻ്റെ പുറത്തുള്ളതാണ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലബ്ബുകൾ നല്ല ലാഭത്തിൽ പോകാൻ പറ്റും. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പോകുന്ന നിലവിൽ ക്ലബ്ബുകളും ലീഗ് ഓർഗനൈസേഴ്സും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാവരും ഒന്നിച്ച് ഒരു കൈക്കൊണ്ടിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. അതല്ലാണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു സെനാരിയോ ഞാൻ പറയാം.
ISL ഒരു സ്ഥലത്ത് അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, AFF വേറെ സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യണം എന്ന് വായ്ത്താളം അടിക്കുന്നുണ്ട്, ക്ലബ്ബുകൾ വേറൊരു സൈഡിൽ ചെയ്യുന്നു, യൂത്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർ വേറൊരു സൈഡിൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാം മൊത്തത്തിൽ കുളമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒരു കളക്റ്റീവായിട്ടുള്ളൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഇന്ത്യൻ ഫുട്ബോളിനൊരു ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഈ സാലറി പരിപാടികൾ അല്ലെ ക്ലബ്ബുകൾ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ, ഇതിനെല്ലാം വേണ്ടി എല്ലാ ക്ലബ്ബുകളും ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് വരണം. ഇതിൽ ഉറപ്പാണ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളും ഈ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കില്ല. അതായത് ഈ ക്ലബ്ബുകളോടൊപ്പം നിൽക്കില്ല. ഇപ്പം തന്നെ ഈ സുപ്രീം കോർട്ടിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ക്ലബ്ബുകളും പോകുമ്പോൾ അവർ മാത്രം വേറെ ആയിട്ട് നിൽക്കണം. അവർക്ക് അവരുടെ ലോകത്ത് ജയിക്കണം, അവരുടെ ഈഗോസ് ഇത് ചെയ്യണോ എന്നുള്ളതാണോ, അതോ അവർ ISL ഐ ലീഗ് കളിക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണോ അങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പിന്നെ മറ്റു ചില ക്ലബ്ബുകൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ പരിപാടികളിൽ ഇത് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാലേ ട്രാൻസ്ഫർ ഫീ കിട്ടത്തുള്ളൂ, പ്ലേയേഴ്സിനെ വിറ്റ്. അപ്പം ആ തരത്തിൽ ഈ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൻ്റെ പ്രിവിലേജ് അനുഭവിക്കുന്ന ചില ക്ലബ്ബുകളും ക്ലബ്ബ് ഉടമസ്ഥരും ഒക്കെ ഉണ്ട്. അത് വേറെ സൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ ഒരു ഭാഗമാവുമോ എന്നുള്ളത് അറിയത്തില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കുറച്ചധികം ക്ലബ്ബുകളുണ്ട്. അവരൊക്കെയാണ് ഇതിൻ്റെ ഒരു വിക്ടിംസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ പോയാൽ പോരാ നമ്മുടെ ലീഗ് എന്നുള്ളതാണ്. ഈ ഒരു അൺസർട്ടനിറ്റി വന്നപ്പോഴത്തേക്കും പല ആളുകൾക്കും പല കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങളാണ്, അത് പരിഹരിക്കപ്പെടണമെന്ന് കളക്റ്റീവായിട്ട് എല്ലാവരും ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ വിഷയത്തിൽ? തീർച്ചയായും കമ്പൽസറി മറ്റൊരു കാണിച്ചാൻ സൈനിങ് ഓഫ്.